Hi dear friends, welcome back to our channel. It's me, your John. You're watching JC Joe. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രദർ മിഥുൻ കെ മനോജ് ആണ്. പ്രൈസ് ലോർഡ് മിഥുൻ കെ മനോജ്. മിഥുൻ കെ മനോജ് ഞാനിവിടെ വന്ന നാൾ മുതൽ ഞാൻ കാണുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. നല്ല സൗഹൃദം പങ്കിടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം മിഥുൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാരിയിൽ വന്നതിന് ശേഷമുണ്ടായ മിഥുൻ്റെ ജീവിത അനുഭവങ്ങളും അതുപോലെ ഇന്ത്യ ബൈബിൾ കോളേജ് സെമിനാരിയെ കുറിച്ചുള്ള മിഥുൻ്റെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, മിഥുൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മിഥുനെ ഒന്ന് പരിചയപ്പെടാം. മിഥുനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടുന്ന സ്ഥലം, എവിടുന്ന വരുന്നത് പരിചയപ്പെടുത്താമോ? എന്റെ പേര് മിഥുൻ കെ മനോജ്. റാന്നിയാണ് എന്റെ സ്വദേശം. റാന്നി എന്നാണല്ലേ? ഓക്കെ. അപ്പം മിഥുൻ കെ മനോജ് ഇവിടെ എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 2020 ഞാൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. 2020 എന്ന് പറയുമ്പോൾ 2020 ഏകദേശം 6 വർഷത്തോളം നമ്മുടെ ബൈബിൾ കോളേജുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മിഥുൻ കെ മനോജ്. മിഥുന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. മിഥുന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവ് വഴി നടത്തിയത്, ഈ ഒരു ബൈബിൾ കോളേജ് പഠനത്തിൽ കർത്താവ് എത്രമാത്രം എക്വിപ്പ് ചെയ്തു മിഥുനെ, ഇതൊക്കെ കേൾക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പം ഇതിന്റെ ജീവിതത്തിൽ മിഥുനെ ഇതിനു മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ഈ ബൈബിൾ കോളേജ് പഠനത്തിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ഞാൻ പ്ലസ് ടു പഠനത്തിന് ശേഷമാണ് ബൈബിൾ കോളേജിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ ഒരു പ്ലസ് ടു പഠനം എന്ന് പറയുമ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിച്ച് ജോലി വാങ്ങിക്കണം, പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു യൗവന കാലഘട്ടത്തിൽ നിന്നാണ് മിഥുൻ ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയത്. അപ്പം മിഥുന്റെ ജീവിത അനുഭവത്തെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ആ സാക്ഷ്യം എന്താണ്? ഈ പ്ലസ് ടു പഠനത്തിന് ശേഷം ഈ സെക്കുലർ പഠനത്തിൽ നിന്ന് വേദ പഠനത്തിലേക്ക് മിഥുന്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്താ? ജസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറയാമോ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ദൈവവേലയ്ക്കുള്ള വിളി എനിക്ക് കിട്ടിയത്. പക്ഷേ എല്ലാവരെയും പോലെ പ്ലസ് ടു കഴിയണം, ജോലിക്ക് പോകണം, അതുപോലെ പൈസ നേടണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാനും ജീവിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ കടന്നു ചെല്ലും തോറും മനസ്സിന് വല്ലാത്തൊരു ഭാരവും വിങ്ങലും മനസ്സിലേറി വരുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, പലതരത്തിലുള്ള കാര്യങ്ങൾ വചനത്തിലൂടെ ദൈവം എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അതുപോലെ ദൈവദാസന്മാരിലൂടെ ആലോചനകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഞാൻ ബൈബിൾ കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് വിളി കർത്താവിൽ നിന്ന് കിട്ടിയപ്പം ഞാൻ ചോദിച്ചൊരു കാര്യം ഇതാണ്: ഞാൻ എന്തിന് ബൈബിൾ കോളേജിൽ പോകണം? കർത്താവ് എന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഞാൻ എവിടേക്ക് പോകും? അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് തന്നെ ബൈബിൾ കോളേജിൽ പോകാനായിട്ട് ഞാൻ ഒട്ടും തന്നെ താല്പര്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഏകദേശം ഞാൻ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മാറി മാറി ജീവിതത്തിൽ കടന്നു വരികയും അതുപോലെ ഭവനത്തിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരികയും ഇടയായത്. ഒരിക്കൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു കർത്തൃദാസൻ എൻ്റെ അടുത്ത് യെശയ്യാപ്രവചനം 61 അധ്യായത്തിലൂടെ താൻ എൻ്റെ അടുത്ത് വചനത്തിലൂടെ സംസാരിക്കാനിടയായി തീർന്നു. ബന്ധനങ്ങളായിരിക്കുന്നവരെ വിടുവിക്കുവാനും ഇരുട്ടിലായിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാനും കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള വചനം ഞാൻ എൻ്റെ ചെവികളിൽ കേൾക്കുവാനിടയായി തീർന്നു. എന്നിട്ടും എൻ്റെ മനസ്സിലൊരു ചോദ്യമാണ്: ഞാൻ എന്തിനാണ് ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ചോദിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം: ഞാൻ ദൈവവേല ചെയ്യണമെങ്കിൽ കർത്താവേ, നീ എന്നോട് സംസാരിക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു. എന്നാൽ ചില വേളകളിൽ ആയിരുന്ന സമയത്ത് ചില വിഷമങ്ങളും ഭാരങ്ങളും ജീവിതത്തിൽ വളരെയധികം കടന്നു വന്നപ്പോൾ കർത്താവ് വ്യക്തിപരമായി എൻ്റെ അടുത്ത് ഇടപെടുവാനിടയായി തീർന്നു. അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് വരിക എന്നുള്ളത് എല്ലാവരെയും പോലെയും പ്രാർത്ഥിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് അങ്ങനെ ഒരു കാര്യമല്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ബൈബിൾ കോളേജിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു കാര്യം. ഏകദേശം 2020 കാലഘട്ടത്തിലാണ് ഞാൻ ബൈബിൾ കോളേജിലേക്ക് കടന്നു വന്നത്. ആ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെ കാലഘട്ടം. കോളേജ് അടച്ചു, ഭവനത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാനിടയിൽ തീർന്നു. വീണ്ടും ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കടന്നു വന്ന് ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആ സമയവും കർത്താവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിൽക്കണം എന്നുള്ള കാര്യം. ഏകദേശം കോവിഡിന് ശേഷം കോളേജിലേക്ക് കടന്നു വരുവാനും ബൈബിൾ കോളേജിൽ ഏകദേശം 6 വർഷക്കാലം പഠിക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. ബൈബിൾ കോളേജിൽ കടന്നു വന്നതിൻ്റെ ഒരു കാര്യം, എൻ്റെ മുമ്പത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഒരു ധാരണയോ അല്ലെങ്കിൽ ഒരു വ്യക്തമായി ഒരു കാര്യാദികളോ ഇല്ലാതെ പോയിരുന്നൊരു ജീവിതം. ബൈബിൾ കോളേജിൽ വന്നതിന് ശേഷം കർത്താവിനോട് അല്ലെങ്കിൽ കർത്താവിങ്കിൽ നിന്ന് കൂടുതൽ ഞാൻ പഠിച്ച ഒരു സമയമാണ് ഈ 6 വർഷക്കാലം എന്ന് പറയുന്നത്. അതിലുപരി
ദൈവത്തിൻ്റെ മഹിമകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ കണ്ട വർഷമാണ് കഴിഞ്ഞ 6 വർഷമെന്ന് പറയുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്. ദൈവം എനിക്ക് അതിനുള്ള വഴികൾ ദൈവം എനിക്ക് തുറന്നു തന്നു. മുന്നോട്ടുള്ള ഓരോ യാത്രയിലും എനിക്ക് വേണ്ടത് എന്താണോ അത് പല വ്യക്തികളിലൂടെ ദൈവം എനിക്ക് ഒരുക്കി തരുവാനിടയായി തീർന്നു. 2023 മാർച്ച് ഞാൻ എൻ്റെ BTH ഞാൻ ഗ്രാജുവേറ്റ് ആയി. ഈ വരുന്ന മാർച്ച് 26-ാം തീയതി ഞാൻ എൻ്റെ MDiv ഗ്രാജുവേറ്റ് ആവുന്നു. ഞാൻ 6 വർഷക്കാലം ബൈബിൾ കോളേജിൽ നിന്ന് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകം വ്യക്തികളെ വ്യക്തിപരമായി മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ ദൈവം സഹായിച്ചു. എന്നെ കൈത്താങ്ങുന്ന, എന്നെ കരുതുന്ന അനേകരുടെ സ്നേഹത്തെ ജീവിതത്തിൽ വ്യക്തിപരമായി തിരിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പ്രസംഗിക്കുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ വചനമെടുക്കുന്നു, പ്രസംഗിക്കുന്നു. എന്നാൽ വചനത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെ, അല്ലെങ്കിൽ വചനം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് അത് ദിവസേനയുള്ള ബൈബിൾ വായനയിലൂടെ, അല്ലെങ്കിൽ ദിവസേനയുള്ള ധ്യാനത്തിലൂടെ എല്ലാം അത് വളരെ വ്യക്തമായി അത് മനസ്സിലാകുവാൻ സാധിച്ചു. അതിലുപരിയായി ഓരോ വ്യക്തികളും നമ്മളെ എങ്ങനെ കരുതുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളെയും എങ്ങനെ കരുതണമെന്നുള്ള ആ കരുതലിൻ്റെ ഒരു പാഠം ഇവിടെ നിന്ന് മനസ്സിലാകുവാനിടയായി തീർന്നു. ഓരോ വിഷമഘട്ടങ്ങളിലും ഓരോ പ്രയാസങ്ങളിലും എല്ലായ്പ്പോഴും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളൊരു കാര്യം ബൈബിൾ കോളേജിൽ കടന്നു വന്നതിന് ശേഷം മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. സാറുമാരാണെങ്കിലും എല്ലാ തരത്തിലും അവർ നമ്മളെ പഠിപ്പിക്കുന്നതിലുപരി ആത്മീകപരമായി നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവർ നമ്മളെ ബലപ്പെടുത്തി. ഓരോ സുഹൃത്തുക്കളും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുവാനിടയായി തീർന്നു. ബൈബിൾ കോളേജിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ആരും ചിന്തിക്കരുത്. വിളിച്ച കർത്താവിനെ മാത്രം നോക്കുക. വിളിച്ച നിന്റെ വിശ്വസ്തനായ ദൈവത്തെ മാത്രം നോക്കുക. വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ എന്നും നിങ്ങളെ വഴി നടത്തുവാൻ, അവൻ എന്നും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ അവൻ സർവശക്തനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ, അല്ലെങ്കിൽ ആരും എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നതിലുപരി എൻ്റെ ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ വഴി നടത്തുവാനിടയെ തീരും. ഒരുപക്ഷെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കൊരു പ്രചോദനവും നിങ്ങൾക്കൊരു അനുഗ്രഹവുമായി തീരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ലൈഫ് വിത്ത് അസ്. അപ്പോൾ 6 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മിഥുൻ ഞങ്ങളോട് ഷെയർ ചെയ്തത്. വളരെ നന്ദിയുണ്ട്. ഇതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ കേട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് ഇതിനെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഓക്കെ, ബൈ.